ആദ്യമായിട്ട് നമ്മുടെ അനൗൺസ്മെൻ്റ് ആണ്. സഭയാകും എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത അനൗൺസ്മെൻറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇന്ന് സഭാരാധന കഴിഞ്ഞിട്ട് നിങ്ങളോടെല്ലാവരോടും 5 മിനിറ്റ് കൂടി ഇരിക്കാൻ പറഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട്. ഈയിടെയായിട്ട് നമ്മൾ സഭയ്ക്ക് അകത്തും പുറത്തുമായി കണ്ടുവരുന്ന അനേക കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളോട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞത്. സഹോദരന്മാരും സഹോദരിമാരും ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ പറഞ്ഞാട്ടെ, ഞാൻ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറഞ്ഞാട്ടെ സഹോദരിമാര്. ജനറൽ ബോഡി വയ്ക്കാം. എന്താ ഒരു സൂം മീറ്റിംഗ് ചെയ്താലോ പാസ്റ്ററെ? അല്ല പാസ്റ്ററെ, അതിൻ്റെ കാര്യമായിട്ട് പറഞ്ഞ ഫേസ് ടു ഫേസ് തന്നെ വേണം. എന്നാലും ഓരോരുത്തരുടെ മുഖപ്രകാശമൊക്കെ ഒന്ന് കണ്ടു പറയാൻ പറ്റത്തുള്ളൂ. അല്ല പാസ്റ്ററെ, നമുക്ക് സ്പിരിച്വൽ ക്യാമ്പ് വയ്ക്കാം. ഇതെന്താ പുതിയ സംഭവം? ഇനി അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഇനി 2-3 ആഴ്ചത്തേക്ക് സഭയിൽ ഗോസിപ്പിന്റെ പെരുമഴയായിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സിസ്റ്ററെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പിരിച്വൽ എന്തോ അതിൻ്റെ പേര്, ക്യാമ്പ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അവലോകനം ചെയ്യാം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം ആദ്യം ഒന്ന് ബോർഡിലോട്ടൊന്ന് കൊണ്ടുവരട്ടെ. ബോർഡിൽ കൊണ്ട് ചർച്ച ചെയ്തിട്ട് ഞാൻ പറയാം നമുക്കിതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ അതിനെപ്പറ്റി ആദ്യം ഒന്ന് ആലോചിക്കും, ഒന്ന് അവലോകനം ചെയ്യേ. ഞാൻ ബോർഡുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഇതിന്റെ പേര് വാം വെൽക്കം ടു ആത്മീയ GLC ആത്മീയ ചികിത്സാ ക്യാമ്പ്. നമുക്ക് ഈ ക്യാമ്പിലേക്ക് ഡോക്ടർ കുൽക്കർണി ആദ്യമായി വെൽക്കം ചെയ്യാം. ഡോക്ടർ കുൽക്കർണി. ഡോക്ടർ റെഡിയാണോ? ഞാൻ എന്നാൽ വിളിച്ചു തുടങ്ങട്ടെ. ഇത് സൗജന്യ ക്യാമ്പല്ലേ? അതെ, സൗജന്യം. നമ്മൾ എന്ത് ചെയ്താലും സൗജന്യമായിട്ട് ചെയ്യും. സൗജന്യമാകുമ്പോൾ ആൾക്കാരൊക്കെ വരുമായിരിക്കും അല്ലേ? പിന്നെ സൗജന്യം എന്ന് കേട്ടാലേ വരൂ. ഓ, നന്നായി. എന്നാ വിളിക്കാം. മോളി അലക്സാണ്ടർ. മോളിയമ്മച്ചി എന്തുണ്ട്? അയ്യോ, നീ എന്താ ഇവിടെ? ആത്മീയ കൂട്ടായ്മ ഉണ്ടെങ്കിലും അവിടെ കാണുമെന്ന് ചേച്ചിക്ക് അറിയത്തില്ല. ഓക്കെ. പലപ്പോഴും നിന്നെ കാണാത്ത സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടിയാണ്. എന്നാ വന്നാട്ടെ ചേച്ചി. വരൂ സിസ്റ്റർ, വരൂ. സിസ്റ്ററിന്റെ പേരെന്നാ? എൻ്റെ പേര് മോളിക്കുട്ടി. നല്ല പേരാണല്ലോ. സിസ്റ്റർ, എന്നാ പ്രശ്നം? എൻ്റെ ഡോക്ടറെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പല കാര്യങ്ങളുണ്ട്, അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണിച്ചു തരണം. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ പ്രാർത്ഥിക്കാനിരിക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ അവിടെ പുമ്പിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ആ ഉറക്കം ഒരു വല്ലാത്ത ഉറക്കമാണ് കേട്ടോ. അതങ്ങ് കഴിഞ്ഞങ്ങ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന പോലെ അങ്ങ് എഴുന്നേറ്റിങ്ങ് വന്ന് പിന്നെ ചർച്ചിൽ പോകാനുള്ള തട്ടം കൂട്ടലാണ്. ഈ ഡ്രസ്സൊന്ന് സെലക്ട് ചെയ്യാന്നുള്ള വലിയ പ്രശ്നം. ഏതുടുക്കണം? പൂക്കളുള്ളത് വേണോ, പൂക്കളില്ലാത്തത് വേണോ, ചുരിദാർ വേണോ, സാരി വേണോ, എന്തോ ചെയ്യുന്നേ? ഇത് തപ്പിക്കൊണ്ടിരിക്കുമ്പം നമുക്കിവിടെ രാവിലെ ആകുമ്പോൾ ഈ അയർലൻഡിലും UK ഒക്കെ രാത്രിയല്ലയോ, അവിടെ നിന്നൊരു ഫോൺ കോളിങ് വരും. ഇവരതങ്ങ് നിർത്തുമോ? പറഞ്ഞങ്ങ് പോകും. അതങ്ങ് നിർത്താൻ പറ്റാത്ത ചില വിഷയങ്ങളുമായിരിക്കും. പിന്നെ നമ്മൾ ഒരുമാതിരി അതൊന്ന് എനിക്ക് സഭായോഗത്തിന് പോകേണ്ടതാണെന്നും പറഞ്ഞ് തട്ടിക്കൂട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പിടിച്ച് ചർച്ചിൽ വരും.
ചർച്ചിൽ വരുമ്പം പാസ്റ്ററുടെ ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതൊരു 1.5 പടിയാ. നമുക്കിട്ടുള്ളത് തന്നെയാ. വെച്ച് കീറും. പിന്നെ എന്തോ ചെയ്യാനാ, അതും കേട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. അപ്പം ഇതിനെല്ലാം ഒരു വ്യത്യാസം അങ്ങ് വരണം. ഇതിനെന്തോ ചെയ്യേണ്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സിസ്റ്റർ പേടിക്കണ്ട, ഇത് സ്ഥിരമായിട്ടുള്ളതാ. ഈ ഒരു 30-നും 50-നും വയസ്സുള്ള സ്ത്രീകളില്ലേ, അവരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവം ഇത് സാധാരണ. അതുകൊണ്ട് ഇത് സിസ്റ്റർ പേടിക്കണ്ട, ഇതിന് നമുക്ക് പരിഹാരം. അങ്ങനെയുള്ളവർ വേറെ ഉണ്ടല്ലേ, ഞാൻ മാത്രമല്ല. ഈ വെള്ള ഉടിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. ഡയമണ്ട് വേണോ, അല്ലെങ്കിൽ പൂക്കൾ വേണോ, നെറ്റ് വേണോ, ഈ കൺഫ്യൂഷൻ. അപ്പോൾ സിസ്റ്റർ എന്ത് വേണമെന്നറിയോ, വെള്ള മേടിക്കുമ്പോൾ പ്ലെയിൻ വെള്ള അങ്ങ് എല്ലാം മേടിക്കണം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല. സഭായോഗത്തിന് വേണം എല്ലാം വെള്ളയാകും, ഒരെണ്ണം എടുത്തങ്ങ് ഇടണം. അതെല്ലാവരുടെയും വെള്ളയിൽ ഭയങ്കര പൂക്കൾ, ഡയമണ്ട്, മുത്ത്, ആകെപ്പാടെ അങ്ങ് വർക്കാ. അപ്പം ഞാൻ മാത്രം ഈ പ്ലെയിൻ എടുത്തോണ്ട് വന്നാൽ എങ്ങനെയാണെന്ന് സിസ്റ്റർ ശ്രദ്ധിക്കണ്ട. സിസ്റ്ററിന് ദൈവിക കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് സഭായോഗത്തിന് വരുന്നത്? വചനം കേൾക്കാൻ, നിത്യതയിൽ ചെല്ലണ്ടേ സിസ്റ്ററിന്? നമ്മൾ ഈ ലോകത്തിൻ്റെ പുറയിൽ പോയാൽ നമുക്ക് നിത്യത നഷ്ടപ്പെടും. അപ്പം സിസ്റ്റർ ചെയ്യേണ്ടത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വിട്ടോടി നിത്യതയ്ക്കുള്ള വഴി നോക്കണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് സഭായോഗത്തിന് വരുന്ന ദിവസം രാവിലെ എണ്ണിക്കുമ്പോഴേ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പറയാതെ ഡോക്ടർ, ഇച്ചിരി കടുപ്പാണല്ലോ. അല്ല, വിളിക്കേണ്ട കൂട്ടുകാരോട് പറയണം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വിളിച്ചോളാൻ. ഞായറാഴ്ച വിളിക്കല്ലെന്ന് പറയണം. പിന്നെ 2 വെള്ള വസ്ത്രം മേടിക്കുന്നത്. 3-ാമത്തെ എന്തോ സിസ്റ്ററിന്റെ പ്രശ്നം? ഉറക്കം. അതിപ്പോൾ എന്താ പറയുക, നേരത്തെ കിടന്നുറങ്ങുക, മൊബൈലിൽ കൂടി ഇങ്ങനെ തോണ്ടിക്കൊണ്ട് രാത്രി ഇരിക്കാതെ സമയത്തിന് ഉറങ്ങുക, രാവിലെ സമയത്തിന് എണ്ണിക്കുക. അത് ഓരോ റീൽസും വീഡിയോയും ഒക്കെ കണ്ടങ്ങ് പോകുന്നത് എൻ്റെ ഡോക്ടറെ. അങ്ങനെ തോന്നുമ്പോഴേ വചനം എടുത്തങ്ങ് വായിക്കണം. അപ്പൊ ദൈവം നമ്മളെ ആ പരിശുദ്ധാത്മാവ് ആ വഴിയിലോട്ട് അങ്ങ് നടത്തും. അതെ, മൊബൈലിൽ തന്നെയാണ് വചനം ഇരിക്കുന്നത്. അതിങ്ങ് എടുക്കുമ്പോഴാണ് ഇതിങ്ങോട്ട് വരുന്നത്. അപ്പം എന്നാൽ ഇത് കണ്ടിട്ട് ബാക്കി വായിക്കാന്നങ്ങ് ഓർക്കും. അതാ പറ്റുന്നത്. അതാണ് സിസ്റ്ററെ. അപ്പം നമ്മൾ അറിയണം ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. ദൈവിക കാര്യത്തിന് പ്രാധാന്യം കൊടുത്തോ ബാക്കി എല്ലാ കാര്യവും അങ്ങ് ഫോളിനാവും. കേട്ടോ? സിസ്റ്റർ ഒന്ന് ശ്രമിച്ചു നോക്കാമോ? ഞാൻ നോക്കാം. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിന്റെ റിപ്പോർട്ട് ഞാൻ പറയാം. ഈ അയർലൻഡിലെ UK-ലെയും ഫ്രണ്ട്സിനോടൊന്ന് പ്രത്യേകിച്ച് പറഞ്ഞേക്ക് കേട്ടോ. പറയാം. അഡലേഡിലെ ഒന്ന് പറഞ്ഞേക്കണേ. എന്നാ ഓക്കെ ഡോക്ടർ. ശരി സിസ്റ്റർ. ശരി സിസ്റ്ററെ, കാണാം. ഇതേതാ മുതലെന്നറിയോ? റൂം മുഴുവൻ അങ്ങ് ചുരിദാറ. വെള്ളയിൽ പച്ച, വെള്ളയിൽ മഞ്ഞ, വെള്ളയിൽ നീല. എല്ലാ ആഴ്ച അങ്ങ് പുതിയതേ ഇടത്തുള്ളൂ. മിക്കവാറും നരകത്ത് പോവും, എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത വിളിക്കട്ടെ. വിളിച്ചു. തങ്കമ്മ ഈ പച്ചൻ. അയ്യോ തങ്കമ്മ ചേച്ചി, അയ്യോ എന്റെ പൊന്നു ചേച്ചി, എന്തോ പറ്റി? വിഷമങ്ങളൊക്കെയാ. ഞാൻ അറിഞ്ഞായിരുന്നു ചേച്ചി. ഞാനങ്ങ് പ്രാർത്ഥനയാ, അന്നോട്ടെ അങ്ങ് പ്രാർത്ഥന. എനിക്ക് അത് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. വിശ്വാസികൾക്ക് എന്തെങ്കിലും വന്നാൽ ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ ഇടയ്ക്കൊന്നും. ഞാൻ അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് കൂടെ പ്രാർത്ഥിക്കാൻ. നല്ല ഡോക്ടറാ. ഇവിടാണോ? വരണം സിസ്റ്ററെ. സിസ്റ്റർ എന്താ പേര്? തങ്കമ്മ. ആഹാ, നല്ല പേരാന്നല്ലോ. ആണോ? പഴയ പേരല്ലേ കുഞ്ഞെ? എന്നാലും നല്ല പേരല്ലേ. തങ്കത്തിനൊക്കെ എന്താ വിലയെന്ന് അറിയത്തില്ലേ? അതെ ശരിയാണല്ലോ. സിസ്റ്റർ എന്നാ പ്രശ്നം? എൻ്റെ പ്രശ്നം ഉറക്കം. എന്തുവാന്നറിയാമോ? ഉറങ്ങി അല്ലാതെ കുഴപ്പമില്ല. ചർച്ചിലോട്ടൊന്ന് കാലെത്തിയ ഉച്ച കഴിയുമ്പോഴത്തേന് കോട്ടുമായിട്ട് കഴിഞ്ഞ് പിന്നെ മുമ്പിൽ വന്നിരിക്കും. പിന്നെ ആദ്യത്തെ ആരാധനയില്ലയോ, എല്ലാവരും അങ്ങ് പാടും, കൂടെ പാടിക്കഴിഞ്ഞ് പിന്നെ പാസ്റ്ററിൻ്റെ ഒരു പ്രസംഗം, ആ ബൈബിൾ എടുത്ത് മുമ്പിൽ വരുമ്പോഴത്തേന് ഞാൻ തൂക്കിത്തട്ടാം. ഇത് തൂക്കിത്തട്ടെന്ന് പറഞ്ഞാൽ 1.5 തൂക്കിത്തട്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ തൂക്കിത്തട്ടെന്ന് പറഞ്ഞ പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ കണ്ട് പുറകുള്ളൊരിക്കും തൂക്കിത്തട്ടാ. അപ്പം എനിക്കൊരു സമാധാനം, എല്ലാവരും അങ്ങ് തൂക്കിത്തട്ടുവാണല്ലോ എന്ന്. മനസ്സിലായോ? പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഓർക്കും, ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു ഇതിനു വേണ്ടി. ഞാൻ 40 ഇരുന്നു, 21 ഇരുന്നു, നടക്കണ്ടേ വല്ലോ. വന്നിരുന്നു, ഉറക്കം. സിസ്റ്റർ ഇതൊരു പകർച്ചവാദിയാ. അയ്യോ ചുമ്മാതല്ലേ എല്ലാവരും ഇരുന്ന് ഉറങ്ങുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ അപ്പുറത്തെ ആളും ഇരുന്ന് ഉറങ്ങും. അതറിയത്തില്ലേ സിസ്റ്ററിന്? എനിക്ക് കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അതൊരു പകർച്ച, അതൊരു എപ്പിഡമിക്കാ. സ്ഥിരം ചർച്ചകളിൽ കാണുന്ന ഒരു എപ്പിഡമിക്കാ ഇത്. അതിന് സിസ്റ്ററിന് വേണമെങ്കിൽ തടയാം. എങ്ങനെയെന്ന് ചോദിച്ചു, ഉറക്ക ഹല്ലേലൂയ സ്തോത്രം എന്നങ്ങ് പറഞ്ഞാൽ മതി. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറക്ക ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒന്ന് പറഞ്ഞു ഏൽപ്പിച്ചേ.
ഇങ്ങനെ കേൾക്കുമ്പോ ആരാ ഉറങ്ങുന്നേ? ശരിയാ. ഒന്ന് പറഞ്ഞേ, ഉറങ്ങാൻ പറ്റുമോ? നേരത്തെ വന്ന് കാണണ്ട ആരും നീ ഉപവാസത്തിനേക്കാൾ കൂടുതൽ ഈ അഡ്വൈസ് വേണമായിരുന്നു സിസ്റ്ററിന്. അതെ അതെ. അയ്യോ ശരിയാണല്ലോ. പിന്നെ സിസ്റ്ററിന് വേറൊരു കാര്യവും വേണം, സ്ഥലകാല ബോധ്യം. സ്ഥലകാല ബോധം അതെന്തോന്നറിയാമോ? നിങ്ങൾ എവിടെ ആയിരിക്കുന്ന, ആരുടെ സന്നിധിയിലായിരിക്കുന്ന, ദൈവ സന്നിധിയിലായിരിക്കുന്ന എന്നുള്ള ഒരു ബോധം വേണം. വിട്ടുപോയി. അത് തിരിച്ചു വരുമല്ലയോ, എല്ലാരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി പള്ളി ചർച്ച വരുന്നതല്ലേ നമ്മള്. അതെ അതെ. ഇപ്പോഴാണ് അത് മനസ്സിലായത്. ശരിയല്ലയോ, തമ്പുരാനോട് എന്ത് പാപമാ ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിൽ. മാനസാന്തരം. അതുകൊണ്ട് സ്തോത്രവും ഹല്ലേലൂയയും വിടാതെ ഉരുവിട്ടോണ്ടിരുന്നണം. കേട്ടല്ലോ, ഇതാണ് സിസ്റ്ററിന്റെ മരുന്ന്. തീർച്ചയായിട്ടും ഞാൻ മാനസാന്തരപ്പെട്ട് അടുത്ത ആഴ്ച തൊട്ട് ഉറങ്ങത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ പാസ്റ്റർ ഇനി ഉണർവോടെ പ്രസംഗിക്കാൻ പറ്റും. പ്രസംഗിക്കാം. പാസ്റ്റിന് അങ്ങ് ടെൻഷൻ, അവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. നിങ്ങളെങ്ങാനും ആ ചേറിൽ നിന്ന് വീണാ പിന്നെ പാസ്റ്റിന് പിന്നെ പ്രശ്നമാകത്തില്ലേ? ആ, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുക, ഹല്ലേലൂയ സ്തോത്രം എന്ന് വിട്ടോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, നന്ദി കേട്ടോ. പോവാണേ. താങ്ക് യു താങ്ക് യു. ഇവിടെ നിൽപ്പുണ്ടോ? തങ്കമച്ചി, മരുന്ന് എന്തെങ്കിലും തന്നായിരുന്നോ? ഇല്ല. അല്ല, പ്രിസ്ക്രിപ്ഷൻ ആണോ? പ്രിസ്ക്രിപ്ഷൻ എന്തെങ്കിലും തന്നേലേ? ആ, ജസ്റ്റ് പാസ്വേഡ് കൂടി ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. പുള്ളിക്കും ആവശ്യമുള്ളതായി കേട്ടോ. നാവിന് എല്ലില്ല എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞ് ഒരു നാവ് കാട്ടുതീനെ പടുത്തുന്ന വചനത്തിലുള്ളത്. ഞാൻ മാനസാന്തരപ്പെട്ടു, പോയി മാനസാന്തരപ്പെട്ടു. അങ്ങോട്ട് പോയി ഇച്ചിരി നേരം ഇരുന്നാൽ മതി. ചുമ്മാ അല്ല, ഉറക്കം. പെട്രീഷ്യ ഫെർണാണ്ടസ് ഡിസൂസ. പെട്രീഷ്യ ഫെർണാണ്ടസ് ഡിസൂസ. പെട്രീഷ്യ ഫെർണാണ്ടസ് ഡിസൂസ. സോറി ഞാനായിരുന്നേ. സോറി. സിസ്റ്ററെ, എന്നാ സിസ്റ്ററിന്റെ പേര്? പെട്രീഷ്യ ഫെർണാണ്ടസ് ഡിസൂസ. അതൊരു ഒന്നൊന്നര പേരാണല്ലോ. ഇരിക്കട്ടെ, ചുമ്മാ ഒരു വെയിറ്റിന്. ഓക്കെ. സിസ്റ്റർ എന്നാ പ്രശ്നം? അല്ല സിസ്റ്ററെ, ഫോണൊന്ന് താത്ത് വെച്ചിട്ട് പറയാമോ സിസ്റ്റർ എന്നാ പ്രശ്നം? ഇത് തന്നെയാ എൻ്റെ പ്രശ്നം. എന്തുവാ? ഞാൻ അറിയാതെ എൻ്റെ കൈ അങ്ങ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടേയിരിക്കും. എപ്പോഴും, പ്രത്യേകിച്ച് ഈ സഭായോഗത്തിന് വരുമ്പോൾ. നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള സമയമാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും വേറൊരു സഭായോഗം അല്ലെങ്കിൽ ലൈവ് ഞാൻ കാണുന്നത്. പിന്നെ അത് ഞാൻ അങ്ങ് കണ്ടോണ്ടിരിക്കും. പിന്നെ ഫേസ്ബുക്കിലായി, അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലായി, അങ്ങനെ അങ്ങ് പോകും. പിന്നെ നോക്കുമ്പോൾ പാസ്റ്റർ എല്ലാം തന്ന് വൈൻഡപ്പ് ചെയ്യുന്നു, പാട്ടൊക്കെ പാടി. ഞാനിതാ ഇവിടെ ഇങ്ങനെ അതാണ് പ്രശ്നം. അപ്പൊ സിസ്റ്റർ ബൈബിൾ ഒന്നും കൊണ്ടുവരത്തില്ല ചർച്ചിലോട്ട്? അതൊക്കെ എന്റെ ഫോണിലുണ്ട്. ഇപ്പൊ എല്ലാം ഇതിനകത്തുണ്ട്. എന്തിനാ? അതെന്തോ ഉള്ളേ? ഈ വേർഡ്സ് വ്യൂ എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടില്ല? അതിനകത്ത് പാട്ടും ഉണ്ട്, ബൈബിളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ ബൈബിൾ കൊണ്ടുവരത്തില്ല അല്ലേ? സിസ്റ്റർ ആദ്യം ചെയ്യേണ്ടത്, സിസ്റ്റർ വചനം വായിച്ചിട്ടുണ്ടോ? വെയിറ്റ് ആണേ, അതുകൊണ്ടായി ഇത് കൊണ്ടുവന്നു. ഇതാകുമ്പോ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് എപ്പം തോന്നുന്നു അപ്പം ബൈബിൾ എടുത്ത് വായിക്കാം. ഈ വേർസ് വ്യൂ ഉണ്ടല്ലോ, പുറപ്പാട് 3:5 എടുത്ത് വായിച്ചേ. അയ്യോ, അത് എനിക്ക് തോന്നുന്നു ശീലമില്ലായിരിക്കും അല്ലേ? ഞാൻ പറയാം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധയാകാൽ നിങ്ങൾ ചെരുപ്പൂരി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെരുപ്പൊക്കെ ഊരാം, വേണമെങ്കിൽ 1-2 ചെരുപ്പ് ഊരാം. എന്റെ സിസ്റ്ററെ, ചെരുപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ലൗകികതയാ. ഈ ലൗകികത എടുത്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് വരാനാണ് അതിനകത്ത് പറയുന്നത്. ഒന്നി സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ട് വരിക. മനസ്സിലായോ? അതായിരിക്കും കുഴപ്പം. സിസ്റ്റർ ഫുൾ ഡിസ്ട്രാക്റ്റഡ് അതിലൂടെ. അപ്പൊ ഈ വേഴ്സ് വ്യൂ ഒന്നും വേണ്ട. വചനം എടുത്തോണ്ട് സഭായോഗത്തിന് വാ, എടുത്തോണ്ട് സഭായോഗത്തിന് പോ. അപ്പൊ അതിന്റെ അനുഗ്രഹം ദൈവം തരും സിസ്റ്ററിന്. കേട്ടോ? ശരിയാ ഡോക്ടറെ. നിത്യതയിൽ എത്തണോ? പിന്നെ വേണ്ടേ? നിത്യതയിൽ എത്തണമെങ്കിൽ ഈ ലൗകിക എടുത്ത് മാറ്റി വെക്കൂ. ഓക്കെ സിസ്റ്റർ, ബൈ ദ വേ, ഏതാ ഫേസ്ബുക്കിൽ എന്താ പേര് സിസ്റ്ററിന്റെ? സിസ്റ്റർ പോകാൻ സമയമായെന്ന് തോന്നുന്നു. പെട്രീഷ്യ ഫെർണാണ്ടസ് ഡിസൂസ. സീ യു ലേറ്റർ. ശരി, നന്ദി. എൻ്റെ ഡോക്ടറെ, അവളുടെ ആ കുണുങ്ങിയുള്ള വരവ് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അവളുടെ ആ കണ്ണുണ്ടല്ലോ, അവളെ കണ്ണാശുപത്രിയിലാണ് വിടേണ്ടത്. മൊബൈലിൽ ജീവിച്ച് മൊബൈലിലങ്ങ് മരിക്കുക. എന്ത് ചെയ്യാനാ? ഇത് കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ എല്ലായിടത്തും ആണ് സ്ഥിരം ഉള്ളതാ. പിന്നെ ഓക്കെ. മീനു മോളി, കുഞ്ഞിന് എന്ത് പറ്റി? വഴക്ക് പറയുക. ഒന്നും പറയണ്ട സിസ്റ്ററെ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. എന്താ സിസ്റ്ററെ പേര്? എൻ്റെ പേര് മീനു മോള്. മോളുടെ പേരോ? മിനി മോള്. ഈ പേര് മാറ്റിയാൽ തന്നെ പകുതി പ്രശ്നം തീരുമായിരിക്കും അല്ലേ?
ആ പറഞ്ഞോ സിസ്റ്റർ, എന്നാ പ്രശ്നം? എൻ്റെ ഡോക്ടറെ ഒന്നും പറയണ്ട, എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. ഡോക്ടർക്ക് അറിയോ, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അവൾ സ്കൂളിൽ എല്ലാത്തിനും ടോപ്പറാണ്, എല്ലാ സബ്ജക്റ്റിനും A+. ആർട്സ് ആയിക്കോട്ടെ, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും മിടിക്കുക. പക്ഷേങ്കിൽ സൺഡേ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു മെമ്മറി വേഴ്സ് പഠിക്കാൻ പറഞ്ഞാൽ അവർക്കത് ഓർമ്മയില്ല. ഇതിന് ഒരു പരിഹാരം ഉണ്ടോ ഡോക്ടറെ? ഇത് സ്ഥിരം ചില കുടുംബങ്ങളിലൊക്കെ കാണുന്ന. അമ്മ എത്ര നേരം ഫോണിലിരിക്കും? അത് പിന്നെ ഡോക്ടറെ തിരക്കനുസരിച്ചിട്ട് ഡോക്ടറെ. ഞാൻ മോളോടൊന്ന് സംസാരിച്ചോട്ടെ? അതിനെന്താ കുഴപ്പം. മോളെ, ഈ അമ്മ മോളെ എപ്പോഴാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്? അമ്മ എന്നെ വെറുതെ കുറ്റം പറയാണേ. അമ്മ എപ്പോഴും ഫോണില്ല, പിന്നെ ആൾക്കാരുടെ ഗോസിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ചർച്ച് മോർണിംഗ് വരുന്നപ്പോ കാർ പാർക്കിങ്ങിൽ വെച്ച് ചോദിക്കുവാണ് എൻ്റെ അടുത്ത്, ഇനി മെമ്മറി വേഴ്സ് പഠിച്ചോന്ന്. രാവിലെ രാവിലെ ചർച്ച് വന്ന് ഇറങ്ങുന്നപ്പോ ഡോറ് തുറക്കുന്നപ്പോ ചോദിക്കുക, അടി നീ മെമ്മറി വേഴ്സ് പഠിച്ചോ? ഞാൻ പറയും പഠിച്ചു. ഏത് വേഴ്സാ? 2024 തൊട്ട് 2025 ലോർഡ് ഇസ് മൈ ഷെപ്പർഡ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയാ. ഒരു വർഷമായിട്ട് ഒരു വാക്യം പറയുന്നത് അത് മാത്രമേ ഉള്ളു. എന്നിട്ട് അമ്മ പറയും, ചെന്ന് ഇരിക്കുന്നപ്പോ ചെയറിൽ പിച്ചു അതിനെ കണ്ടില്ലേ ഈ അമ്മ എന്താ കാണിക്കുന്നതിന്? ചുമ്മാ പറയാ ഡോക്ടറെ. ഈ യഹോവന്റെ ഇടേനാ കൊച്ചു ഒരു വർഷമായിട്ട് പറയുന്നേ? അത് പിന്നെ ഡോക്ടറെ ഈ തിരക്കുകൊണ്ടേ, ഡ്യൂട്ടി നൈറ്റ് ആകെ മൊത്തം തിരക്കാ. പിന്നെ ട്യൂഷന്, പിയാനോയ്, ടെന്നീസ് ഇതെല്ലാം മോള് പോകുന്നില്ലേ? പക്ഷെ ഇതിനകത്ത് എല്ലായിടം കൊണ്ട് വിടും കേട്ടോ, പക്ഷെ ബൈബിൾ മാത്രം എന്റെ കയ്യിൽ കൊടുക്കത്തില്ല. സിസ്റ്റർ വചനം വായിച്ചിട്ടില്ലേ? ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാന്നുള്ള വചനം വായിച്ചിട്ടില്ലേ? പിന്നെ ഡോക്ടറെ കേട്ടിട്ടുണ്ട്. അതങ്ങ് പ്രായോഗികമാക്കുക. അതാക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ശരിയാവും. നിങ്ങൾ ഇത്രയും പൈസ ഈ ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ലേ? അതിൻ്റെ ഒരംശം മതി ഈ ദൈവവചനം പറഞ്ഞു കൊടുത്താൽ അവൻ്റെ ജീവിതം, അവളുടെ ജീവിതം ശരിയാകും. ശരിയാവുമല്ലേ ഡോക്ടറെ? അപ്പം ശരിയാകും. ആദ്യം നിങ്ങൾ ശരിയായാൽ മോളുടെ ജീവിതം ശരിയായിക്കോളും. ഓക്കെ. വചനം വായിച്ചു കൊടുക്കുക. പിന്നെ മോള് വചനം വായിക്കാൻ ഇരിക്കുമ്പം അമ്മയും കൂടെ പിടിച്ചിരുത്തുക. അമ്മയെ പിടിച്ചിരുത്താം കേട്ടോ? പക്ഷെ അമ്മയെ ഫോണിലാണെങ്കിൽ എന്ത് ചെയ്യാനാ? നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കണം. അമ്മ കേട്ടോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം. ശരി ഡോക്ടർ, ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ മോളെ. താങ്ക് യു ഡോക്ടർ. വളരെ ഓക്കെ സിസ്റ്ററെ. വെച്ചിട്ടുണ്ട് നിനക്ക്. ഡോക്ടറെ പൊങ്ങച്ചക്കാരിയാ, കണ്ടാ തന്നെ അറിയത്തില്ലേ? പൊങ്ങച്ചക്കാരിയാ. നാട്ടുകാരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ കൊച്ചിനങ്ങ് സ്വിമ്മിങ്ങിനും കുമ്പൂനും കളരിക്കും അതിന് സമയം വേണ്ടായോ? അതിന് പഠിക്കാൻ 2 വർഷം പഠിക്കാൻ എന്തേലും വേണ്ടായോ? നമ്മൾ നല്ല കുടുംബത്തിലല്ല എന്നേ പൊങ്ങച്ചോ. ഒരു കാര്യം ചെയ്യ്, സിസ്റ്ററിന്റെ പേരെന്തുവായിരുന്നു? ബ്രീനയോ? ബ്രീന സിസ്റ്റർ ഇവിടോട്ടൊന്നിരുന്നേ. ബ്രീന സിസ്റ്ററിന് എന്തുവാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആദ്യം? സിസ്റ്റർ എല്ലാവരും പോയപ്പോൾ എന്നോട് ഓരോന്ന് വന്ന് പറഞ്ഞല്ലോ. എന്താണ് പ്രശ്നം? അയ്യോ അങ്ങനെയല്ല ഡോക്ടർ, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഡോക്ടറിന് ചികിത്സ എളുപ്പമാകാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് തോന്നിയില്ല. പക്ഷെ എന്നാലും സിസ്റ്റർ എന്തോ ഒരു സന്തോഷം ഇതൊക്കെ ചെയ്യുമ്പം, ഒരു മനസ്സുഖം. സിസ്റ്റർ വചനം വായിക്കാറുണ്ടോ? രാവിലെ വൈകിട്ടും എല്ലാം വായിക്കും. വചനം നന്നായിട്ട് തറവാ. ഈ ഒരു വചനം അറിയാ, വായെ നാം സൂക്ഷിക്കുക, തന്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ളൊരു വചനം കേട്ടുണ്ടോ? വചനം എല്ലാം അറിയാം അല്ലേ? അറിയാം. ഈ വചനം ഏറ്റവും അറിയാവുന്നവരാ തെറ്റിക്കുന്നത്, അതറിയോ? എനിക്ക് വാക്യ മത്സരത്തിന് നല്ല സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടിട്ടുണ്ടോ? സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് അപ്പുറത്തെ ആളിന്റെ കരട് എടുക്കണമെന്ന്, അത് കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം, മത്തായിലല്ലേ? അറിയാം. എല്ലാം അറിയാം അല്ലേ? സ്വന്തം കാര്യങ്ങളിലോട്ടൂടെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നേനല്ലോ. ഇങ്ങനെ കിട്ടുന്ന സുഖം വേണോ? വർഷങ്ങളായി ശീലിച്ചു ഇല്ലേ? ആദ്യം സിസ്റ്ററെ സ്വയം ശോധന ചെയ്യാം. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പ്രശ്നമായിട്ട് തോന്നത്തില്ല. സിസ്റ്റർ എന്തോ സിസ്റ്ററിന്റെ ഒരു കുറ്റമായിട്ട് തോന്നേ? ഒന്നും തോന്നില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പറയാൻ. ഒന്ന് ശോധന. വെള്ള ഉടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാം ഉണ്ടല്ലോ. ഫോണില്ല, വചനം അറിയാം, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഓക്കെ? ഇനി അടുത്ത ക്യാമ്പിന് ഞാൻ വരുമ്പം സിസ്റ്റർ എങ്ങനെ ആയിരിക്കും? സിസ്റ്റർ ആയിരിക്കണം ചിലപ്പോൾ ഈ സ്ഥാനത്ത് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. തീർച്ചയായിട്ടും. നമ്മൾ സ്വയം ശോധന ചെയ്താൽ നമുക്ക് പല പാപത്തിൽ നിന്ന് നമുക്ക് റിലീസ് ആവാൻ പറ്റും. ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാമോ? ഓക്കെ.
ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ആത്മീയമായി മുന്നേറുവാനായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നാം തന്നെ അതിനെയെല്ലാം ശോധന ചെയ്ത് അതിനെല്ലാം ദൂരീകരിക്കേണ്ടത് നമ്മളാണ്.